ഹലോ ഗൈസ്, ഞങ്ങൾ അന്നിട്ട വീഡിയോ നിങ്ങൾ കണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ അന്ന് നമ്മളെ എയർപോർട്ടിൽ എത്തിയെന്ന് വരെയാണ് ഞാൻ അന്ന് വീഡിയോ ഇട്ടത് കേട്ടോ. ഇത് രണ്ടാം ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെ ഫ്ലൈറ്റ് ഉണ്ടായത്. പിന്നെ കുറേ സമയം ഞങ്ങൾ ആ എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം കേട്ടോ. അങ്ങനെയല്ല, ഉറപ്പിക്കില്ല എന്നാലും. അങ്ങനെ ഇതാ അവിടെ എത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചതും ഒക്കെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ പ്രാന്തന്മാരായി ലാസ്റ്റ്. കാരണം ഒരുപാട് സമയം ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. രാത്രി 12 മണിക്ക് അങ്ങനെ എന്തോ ആയിരുന്നു ഫ്ലൈറ്റ്. എത്രയും ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചാൽ മതിയില്ലേ കുട്ടികളെ അവസ്ഥ എന്തായിരിക്കുന്നു. കുറേ സമയം അവിടെ നിന്ന് പിന്നെ അവിടെ തന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അവർക്ക് ഓടി കളിക്കണം എന്ന് പറഞ്ഞ്. കാരണം ബോറടിച്ചിട്ട് വയ്യ. അവരെ കുറ്റം വേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങളിതാ രണ്ടുപേരും കൂടി കുറച്ച് നേരം അവരുടെ കൂടെ കളിച്ച് പിന്നെ അവർ നമ്മൾ ബാഗൊക്കെ വെച്ച് ഉന്തുന്ന ആ സംഭവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കലോ എല്ലാം കൂടി ആയിരുന്നു കേട്ടോ. ഒരു ജഗ പോകിയെന്ന് ആകെ ടയേർഡായി സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. പിന്നെ നമുക്ക് നായി പോകുന്നുണ്ടോ, ഇതൊക്കെ ഫസ്റ്റ് അനുഭവമല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇരിക്കേണ്ടി വന്നല്ലോ. ഇവർക്ക് ബോറടിച്ച് എന്തോ ഭാഗ്യത്തിന് ഈ ലുണ ബോർഡിൻ്റെ അത് കൊണ്ടുപോകുന്നതുകൊണ്ട് കുറേ നേരം അവർ അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യാനാ, വേറെ നമുക്ക് ഓപ്ഷനൊന്നും ഇല്ലല്ലോ, പുറത്തേക്ക് പിന്നെ ഇറങ്ങാനും പറ്റില്ല. പിന്നെ അങ്ങനെ ടൈം പോയി. പിന്നെ ഞങ്ങളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് പോവാം കേട്ടോ. മേലെത്തി കഴിഞ്ഞാൽ ഫുഡ് കിട്ടുള്ളൂ എന്നാണ് കേട്ടത്. അങ്ങനെ ഇതാ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതാ പോവുകയാണ്. എന്നാലും ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണെങ്കിൽ പ്ലെയിനിൽ കയറുക എന്ന് പറയുന്നത്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഇതാ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കണ്ട് എൻ്റെ കോലയെ കണ്ട് നിങ്ങൾ തന്നെ നെട്ടിപ്പോയി. ശരിക്കും പ്രാന്തി കണ്ടല്ലേ എല്ലാവരും, ഞാൻ മാത്രമല്ല. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എന്താ അവിടെ എന്തൊരു ഭംഗിയാണ് കാണാൻ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെയൊക്കെ. അങ്ങനെ എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരുപാട് നേരം ഇരുന്നു കേട്ടോ. കാരണം കുറേ ടൈം കഴിഞ്ഞിട്ടാണല്ലോ ഫ്ലൈറ്റ്. അങ്ങനെ ഇതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. ഐസ്ക്രീം വേണ്ട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടനൊക്കെ ഫ്രൂട്ട്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. ഞങ്ങൾ ഐസ്ക്രീം പിന്നെ ന്യൂഡിൽസ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്, ഫാലുദ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിതാ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ഉണ്ണീൻ്റെ സന്തോഷം കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയ്ക്കും ടെൻഷനുണ്ട്. പക്ഷേ അത് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, രണ്ടും കൂടി ഉള്ളൊരവസ്ഥയിൽ കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം സീറ്റ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ചല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോധം പോയിട്ടുണ്ട്. കാരണം അത്രയും നമുക്ക് പേടിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ പറഞ്ഞില്ലേ ഒരുമിച്ച് തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയി സത്യം പറയാലോ. പിന്നെ ഇതാ ഞങ്ങൾ കയറാൻ പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ആ സമയത്തുള്ളൊരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളെ പ്ലെയിൻ ഞാൻ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ കയറാൻ പോകുമ്പോഴൊരു ചെറിയ സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ. എൻ്റെ അപ്പന് നല്ല ടെൻഷൻ ഉണ്ടായിട്ടോ, ചിരിക്കുന്നുണ്ടെന്ന് തന്നെയുള്ളൂ. ഇതാ കേട്ടോ കണ്ടില്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലെയിനൊക്കെ അടുത്ത് കാണുന്നത്. അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വരിക്ക് നിന്ന് അങ്ങനെ ഇതാ കയറാൻ പോവുകയാണ്. ഇതാണ്ട് ഞങ്ങൾ കയറാൻ പോകുന്ന മലേഷ്യൻ്റെ ഫ്ലൈറ്റാണ്. അങ്ങനെ അതിലിതാ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ കയറാൻ പോകുമ്പോൾ എൻ്റെ ഉണ്ണീൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടാൽ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പപ്പ ഞങ്ങൾ കയറുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ചെക്കൻ കയറുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ കയറി ഗൈസ്. പിന്നെ സീറ്റ് നോക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മൾ നന്നായിട്ട് സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ സീറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീറ്റിലെത്തി. അത് വേറെ തന്നെ ഒരു സംഭവം അല്ലേ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ വേറെ സീറ്റിലാണ്, തൊട്ടടുത്ത അപ്പുറത്തെ സീറ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കൊന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ ഏട്ടൻ ടിക്കറ്റൊക്കെ കാണിച്ചു തരികയാണ്. ഞങ്ങളിങ്ങനെ പോവാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം. പിന്നെന്താ അങ്ങനെ ഏട്ടൻ പിന്നെ അപ്പുറത്തേക്ക് ഇരുന്നിട്ടോ പോകാനുള്ള സമയമൊക്കെ ആയപ്പോൾ. അങ്ങനെ ഇതാ അവിടെ ഇരുന്ന് അപ്പോഴും ഞങ്ങൾ വീഡിയോ
വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ വണ്ടി പോകാനൊക്കെ തുടങ്ങി മെല്ലെ മെല്ലെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെവി പൊത്തണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഫ്ലൈറ്റ് പെട്ടെന്ന് പോകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഞങ്ങൾ ചെവിയൊക്കെ പൊത്തിയിട്ടാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ എന്ത് സമാധാനം. കാരണം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുറത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പോകുമ്പോൾ ആ സമയത്ത് ഞാൻ വേഗം ചെവിയൊക്കെ പൊട്ടിയിട്ടാണ് ആ സമയത്ത് ഒന്നും കാണാണ്ട് ചെയ്ത്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമാധാനമില്ല. പിന്നെ മേലേക്ക് എത്തിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഞങ്ങളിതാ ആകാശത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്ത് ഭംഗിയല്ലേ പുറത്തുനിന്ന് കാണുമ്പോൾ. നല്ല കാഴ്ചകളാണ്. ലൈറ്റ് നോക്കിയിട്ട് നല്ല അടിപൊളി വ്യൂ ഇരുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ചും ആ ലൈറ്റൊക്കെ ആയിട്ടേ നല്ല അടിപൊളിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ ഫുഡ് ആവശ്യമുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയപ്പോൾ കുറഞ്ഞു അവർ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് ഉറങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണ് കൂട്ടുമ്പോഴേക്ക് എന്തോ ഒരു സംഭവം ഒരു ടെൻഷൻ വരിക. അപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഞാൻ അങ്ങനെ കുറച്ച് നേരം കണ്ണ് കൂട്ടും, പിന്നെയും കണ്ണ് തുറക്കും. അങ്ങനെ രാത്രി ആയതുകൊണ്ട് രാവിലെയല്ലേ അവിടെ എത്തുള്ളൂ. കുറേ സമയം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടേ അങ്ങനെ പുറത്ത് നമുക്ക് മേഘങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ നല്ല മേലേക്ക് കയറിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ. പിന്നെ രാവിലെ ആവുമ്പോൾ കണ്ടില്ലേ ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഞാൻ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഇളക്കൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ. നമ്മൾ അപ്പോൾ പേടിച്ചു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് ഇവരൊക്കെ നോക്കും. അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ സമാധാനത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്കറിയില്ലല്ലോ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എത്തിയപ്പോൾ എന്തൊരു സമാധാനം. അങ്ങനെ ഞങ്ങൾ മലേഷ്യൻ മണ്ണിൽ കാല് കുത്താൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ മെല്ലെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി മെല്ലെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഇനി അടുത്തുനിന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനൊക്കെ ഇങ്ങനെ Berhati-hati ketika membuka ruang penyimpanan di atas dan sila pastikan anda membawa semua barangan peribadi anda sebelum meninggalkan pesawat ini. Kami berasa gembira bersama anda di sepanjang penerbangan ini dan berharap kita akan berjumpa lagi. Bagi pihak അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി നല്ല യാത്ര ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ജർക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇനിയിപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം. അങ്ങനെ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഇവരെല്ലാവരും പോയി നോക്കുക കേട്ടോ ചോക്ലേറ്റൊക്കെ. പക്ഷെ അവിടെ നമ്മളെ നാട്ടിലെങ്ങാട്ടും ഇരട്ടി ക്യാഷ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും വാങ്ങാനൊന്നും പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തി കഴിയുമ്പോഴും ചെക്കിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങളുടെ ബാഗ് ഒക്കെ എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ബാഗൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെയും കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നിട്ട് ആകെ ടയേർഡായിട്ടോ. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇരുന്നു. വേറെ നിവർത്തിയില്ല. വേറെ ഇരിക്കാൻ പറ്റിയ സീറ്റും കാര്യങ്ങളൊന്നും അവിടെ പെട്ടെന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞേരം ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുക കേട്ടോ. സോറി ഫോട്ടോ ആണ്. അങ്ങനെ ഞങ്ങൾ താഴേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇനി ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് പോകണം. പിന്നെ ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവാമെന്നൊക്കെയുള്ള പ്ലാനിങ് ആയി അവസാനം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ തീരുമാനമായി. ഫ്ലാറ്റിലും ടൈമിങ്ങിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റൂമിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഫുഡ് കിടന്ന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വണ്ടി ടാക്സി കിട്ടണ്ടേ. അപ്പോൾ ടാക്സിയിലൊക്കെ ഇവരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോയി.
അങ്ങനത്തെ ഞാൻ വാങ്ങിയാണ് കുട്ടികൾ മേടിക്കാനാണ് അതാ 2 രൂപ. നൂഡിൽസും ടീച്ചർ എല്ലാവരും തിന്നണ സാധനം വാങ്ങി തിന്നു. അതാ പഴതാ വേണമെങ്കിൽ. അല്ല ഓനുണ്ട് അങ്ങനെ ഞങ്ങളെ വണ്ടിയൊക്കെ വന്ന് അവസാനം ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇതാ അവിടെ മൊത്തം ഒരുപാട് ബിൽഡിങ്ങുകളാണ് ഉള്ളത് മെയിനായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഒക്കെ വെറൈറ്റി ആയിട്ട് ഉള്ള ബിൽഡിങ്ങൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. എല്ലാവരും ടയേർഡാണ്, എങ്ങനെയും റൂമിലെത്തിയാൽ മതി എന്നായിണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ ഫുൾ വെയിറ്റിംഗ് ആണ് മെയിനായിട്ട് ഉണ്ടായത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് റൂമിലേക്ക് തന്നെ പോയത്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രസമൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം, എന്നാലും നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെയും വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഇടുന്നതാണ്. പിന്നെന്താ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിത് മലേഷ്യൻ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കൂട്ടി അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.